CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഡാനിഷ് ഫാറൂഖിനെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മാർക്കോ ലെസ്കോവിച്ചിനെ പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു താരത്തെ കുറിച്ചുമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെയായിട്ടും ഡാനിഷ് ഫാറൂഖിന് സാധിച്ചിട്ടില്ല എന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു 27 വയസ്സുകാരൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് 16 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അസിസ്റ്റും 2 ഗോളുകളും തന്റെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിൽ നിന്നും 6 യെല്ലോ കാർഡുകളും താരം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നമുക്കറിയാം അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ISL ക്ലബ്ബുകളും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ അത്ര ഫോമിലൊന്നുമല്ല ഡാനിഷ് ഫാറൂഖ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഡാനിഷ് ഫാറൂഖിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പുള്ള ഡാനിഷ് ഫാറൂഖ് എന്ന സൂപ്പർ താരത്തെ ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ ചെന്നൈയിൻ FC ടീമിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു എന്നാണ്. ഏതായാലും ഈ റൂമറാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ഡാനിഷ് ഫാറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇത് വെറും ഒരു സാധ്യത മാത്രമാണെന്ന് നിങ്ങളെ ഒരു തവണ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഡാനിഷ് ഫാറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിടണോ അല്ലെങ്കിൽ വിടേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ISL അവസാനത്തോടു കൂടി ഏകദേശം ഉറപ്പായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ച് ക്ലബ്ബ് വിടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സൂപ്പർ താരത്തെ ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതും ഒരു സ്പാനിഷ് ഡിഫൻഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഡീഷ എഫ്സിയുടെ സൂപ്പർ ഡിഫൻഡർ ആയിട്ടുള്ള കാർലോസ് ഡെൽഗാഡോ എന്ന സൂപ്പർ താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലെസ്കോവിച്ചിന് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഈ ഒരു താരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടിയിട്ട് സെന്റർ ബാക്കായി കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. പക്ഷെ ഒരുപാട് ഹെഡ് ഗോളുകളും ഇതിനോടകം തന്നെ താരം നേടിയിട്ടുണ്ട്. ഏതായാലും ഈ ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ താരത്തിന്റെ ഒഡീഷ എഫ്സിയുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. ആ ഒരു സമയം താരം ഫ്രീ ഏജന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീ ഏജന്റ് ആയ ടൈമിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിലവിൽ സെന്റർ ബാക്ക് ആയിട്ടും ഡിഫൻഡർ ആയിട്ടും കളിക്കാൻ കൽപ്പുള്ള ഈ ഒരു താരത്തിന്റെ നിലവിലെ പ്രായം എന്നുള്ളത് 33 വയസ്സാണ്. ഏതായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സൈറ്റുകൾ പ്രകാരം ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 80 ലക്ഷത്തോളം രൂപയാണ്. ഏതായാലും ഇത്രയും വലിയൊരു തുക കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുമായി CK ടോക്സ് വീണ്ടും എത്താം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.